ചില ചിന്തകൾ. ജീവിതം കേവലം വൈരുദ്ധ്യങ്ങളുടെ ഒരു ലീല മാത്രമാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങളുടെയും വികാരങ്ങളുടെയും കെട്ടുപാടുകൾ തകർന്നടിയുന്നു. വേദിയിലെ നാടകം കാണുന്നത് പോലെ ലളിതമായി നാം ജീവിതം നയിക്കും. ഒന്നിനും നമ്മെ ആഴത്തിൽ സ്പർശിക്കാനാവില്ല. രംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മെ ബന്ധിക്കാതെ തന്നെ വികാരങ്ങൾ വരികയും പോവുകയും ചെയ്യും. നാം ഒരു പങ്കാളിയാകാതെ വെറുമൊരു സാക്ഷിയായി തുടരും. ഒരു ഡോക്യുമെൻ്ററി കാണുന്ന പ്രേക്ഷകനെ പോലെ നാം അത് ആസ്വദിക്കും, എന്നാൽ അതിൽ തളയ്ക്കപ്പെടില്ല. ജീവിതത്തെ അത് വരുന്നത് പോലെ സ്വീകരിക്കുക. ജീവിതഗതി സാവധാനവും സുസ്ഥിരവുമാകുമ്പോൾ ധ്യാനിക്കാനും സ്വന്തം അന്തരാത്മാവുമായി ബന്ധപ്പെടാനും ശ്രമിക്കുക. സ്വയം തിരിച്ചറിയുന്നതിനായി വിധി നൽകുന്ന സമയമാണത്. എന്നാൽ സാഹചര്യങ്ങൾ വേഗത്തിലുള്ള പ്രവർത്തനം ആവശ്യപ്പെടുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നിങ്ങളുടെ പരമാവധി നൽകുകയും ചെയ്യുക. ആ സമയത്ത് നിശബ്ദതയ്ക്കായി കൊതിക്കരുത്. വഴക്കമുള്ളവരായിരിക്കുക എന്നതാണ് പക്വത. സാഹചര്യങ്ങളെ അത് സംഭവിക്കുന്നത് പോലെ അംഗീകരിക്കുക. വേഗതയും മന്ദതയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനനുസരിച്ച് നീങ്ങുക. നമുക്ക് എപ്പോഴും ഏറ്റവും മികച്ചത് തന്നെ ലഭിക്കണമെന്നില്ല. എന്നാൽ ലഭിക്കുന്നതിനെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതാണ് ഇതിഹാസങ്ങളെ സൃഷ്ടിക്കുന്നത്. ഒരിക്കലും പിന്മാറരുത്. നമ്മൾ എപ്പോഴും ഭൂതകാലത്തിൻ്റെ ഭാരം പേറുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യത്തെയും പുതുമയോടെ സമീപിക്കാൻ നമുക്ക് കഴിയാറില്ല. അതിനാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഉപേക്ഷിക്കാനും ഓരോ തവണയും പുതിയൊരു മനസ്സോടെയും മനോഭാവത്തോടെയും വരുന്നതിനെ സ്വീകരിക്കാനുമുള്ള നൈപുണ്യം നാം പഠിച്ചെടുക്കണം.